ഹലോ, ഗുഡ് മോർണിംഗ്. അപൂർവമായിട്ടാണ് കേട്ടോ എനിക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് കിട്ടാറ്. ഇതിപ്പോൾ അത്ര രാവിലെയൊന്നുമല്ല, ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റത്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയും വെക്കാനാണ് കേട്ടോ പ്ലാൻ. അപ്പത്തിൻ്റെ മാവ് ഞാൻ തലേദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ട ഞാൻ ആദ്യം പുഴുങ്ങാൻ വെച്ചു. അപ്പത്തിൽ ഞാൻ അതിരാവിലെയാണ് കേട്ടോ ഈസ്റ്റ് ഇടാറ്. ഈസ്റ്റല്ല, സോഡാപ്പൊടി. ഈസ്റ്റും പഞ്ചസാരയും തലേദിവസം ഇട്ട് വെക്കും. അപ്പോൾ രാവിലെ സോഡാപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം മാത്രമാണ് എൻ്റെ ബ്രഷിങ്ങും മറ്റ് കലാപരിപാടികളൊക്കെ നടക്കുന്നത്. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് അപ്പം ചൂടാൻ പറ്റും. പിന്നെ കട്ടൻ ചായയാണ് പതിവ്. ഞാൻ ആ കട്ടൻ ചായയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പൊതുവെ എപ്പോഴും എന്തെങ്കിലും ഒരു സ്പൈസസ് ഇടും കേട്ടോ. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണ്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കലാപരിപാടിയാണ് ഈ പാത്രം കഴുകുക എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അത് കഴുകാൻ. പിന്നെ നമ്മളൊരു കറി വയ്ക്കുകയാണെങ്കിൽ 10 പ്രാവശ്യമെങ്കിലും കൈ കഴുകേണ്ടി വരും. ഞാനും തമ്പുട്ടിയും മാത്രമേ ഇവിടെ ഉള്ളൂ, ചേട്ടനും തത്തും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഷസൊക്കെ കുറവ് മതി. അപ്പം ഞാൻ പാലക്കാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ചീര കിട്ടിയാലും വളരെ കിളുന്ത് ചീരയാണേ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് കറി വെച്ചാൽ ഭയങ്കര ഒരു കനപ്പൊക്കെ. അപ്പം ഞാൻ പാലക്ക വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. അതൊരു തോരനാക്കി. പിന്നെ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു, പീച്ചിങ്ങ. അപ്പം ഞാൻ അതിന് വേണ്ടി തന്നെ വാങ്ങിച്ചതാണ്. പൊതുവേ ഞാൻ ഈ സാധനം അങ്ങനെ വാങ്ങിക്കാറില്ല, പക്ഷേ പീച്ചിങ്ങയും ചെമ്മീനും ഇട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അമ്മ വെച്ച് തരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കടയിൽ ഇത് കണ്ടപ്പോൾ ഞാൻ 3 എണ്ണം വാങ്ങിച്ചു. കുറച്ചൊരു ചെമ്മീൻ, ഒരു 1/2 കിലോത്തോളം ചെമ്മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. പൊതുവേ ചെമ്മീൻ മേടിച്ചാൽ ഇവിടെ ഫ്രൈ ആണ് പതിവ്, കാരണം അവർക്കൊക്കെ ഇഷ്ടം ഫ്രൈ ആണ്. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കറിയാക്കാറില്ല. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വാല വയ്ക്കുന്നതാണ് കേട്ടോ. ഉള്ളിൽ നമുക്ക് അധികമൊന്നും കളയേണ്ട കാര്യമില്ല ഇതിനകത്ത്. പിന്നെ എളുപ്പ പണിയാണ് കേട്ടോ ഈ കറി. ഞാനിത് തേങ്ങ അരച്ചും ജീരകവും അതൊന്നും ഇടുന്നില്ല. കുത്തിക്കാച്ചാണ് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ഉണ്ടല്ലോ, കുത്തിക്കാച്ച. നമ്മൾ പരിപ്പ് പയർ അതൊക്കെ കുത്തി കാച്ചുന്ന പോലെ തന്നെ ഈ പീച്ചിങ്ങയും ചെമ്മീനും കൂടെ വെറുതെ മുളകിട്ടൊരു വെപ്പ് വയ്ക്കുക കേട്ടോ. ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. ചാറ് കറി വേണ്ടുന്നവർക്ക് അങ്ങനെയായിട്ട് എടുക്കാം, മെഴുക്ക് വരട്ടിയാണെങ്കിൽ അത് അങ്ങനെ കൂട്ടാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെമ്മീൻ നല്ല വലുതായതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്താണ് ഇട്ടില്ലെങ്കിൽ മുതലിക്കില്ലേ. ഭയങ്കര വലിയ ചെമ്മീനായിരുന്നു, ഒരുപാട് വലുതല്ല എന്നാലും അത്യാവശ്യത്തിന് വലിപ്പമുണ്ടായിരുന്നു. അപ്പം ഞാൻ പീച്ചിങ്ങയും ചെമ്മീനും കൂടെ ഒരുമിച്ച് വേവിക്കാനാണ് പ്ലാൻ. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ അത് ഈ പരുവാവും. അതവിടെ കിടന്ന് വേവുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു ഫ്രൈ പാനിൽ സവോളയും ഉള്ളി ഉണ്ടായിരുന്നില്ല, ഉള്ളിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഞാൻ സവോളയും കറിവേപ്പിലയും ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും ഇട്ട് താളിച്ച് ഞാൻ അതിനകത്ത് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. ചതച്ച മുളകാണ് കുത്തി കാച്ചാൻ ഞാൻ എടുക്കാറ്. ചതച്ച മുളക് എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ചാറ് പോലെ വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.